ഹലോ പറ മോനെ. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പിന്നെന്താ ഞാൻ ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് എന്താ അറിയാമോ? സ്റ്റേക്കേഷൻ, വീക്കെൻഡ് ഹോം. ഓക്കെ, വീക്കെൻഡ് ഹോം. അപ്പോൾ വീക്കെൻഡ് ഹോമിൽ തന്നെയാണ് നമ്മളിവിടെ പല പല കാര്യങ്ങളാണ്. ഇത് മൊത്തത്തിലൊരു നമ്മുടെ ഒരു എല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്യുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി. ഇതിപ്പോൾ ചെയ്യാൻ പോണ ഫെലൂഡ. ഓക്കെ, ഇപ്പോൾ മാംഗോ സീസണാണ്. സോ മാംഗോ ഫെലൂഡയ്ക്ക് വേണ്ട കുറേ കാര്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സബ്ജാ സീഡ് കുറച്ചെടുത്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചു. ഇടയ്ക്ക് ശകലം ഐസ്ക്രീം കൊടുത്തിരുത്തിരിക്കണം. അതിന് പുഴുവിന് ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓക്കെ യു ഹാവ് അത് പുത്തം കൊടുക്കുന്ന അല്ല, കുഴപ്പമില്ല, അതിനകത്ത് കിടക്കട്ടെ. ഇവന് മുറിച്ച് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, യമ്മി യമ്മി. ഇത് നമ്മുടെ ഇതാണ് ഫെലൂഡ സേവ്. ഇതുണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് പാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. പാക്കറ്റ് അത് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ അതിന് ആവശ്യമുള്ള എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വേഗം എന്നിട്ട് ഊറ്റിയെടുത്തിട്ട് വെള്ളത്തിൽ കഴുകി ഒന്ന് ഫ്രഷ് വാട്ടറിൽ കഴുകി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതാണ് പ്രോഡക്റ്റ്. നോക്കിക്കോളൂ, കണ്ടോ, ഇത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കട്ടി പോലെ ഇങ്ങനെ ഇരിക്കും. അതാണ് ഇങ്ങനെ കവറിൽ കിട്ടും. കുറച്ച് മതി, അതൊന്നും എടുത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഇതിപ്പം വെന്ത് കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ വേകും. സാധാരണ വെർമിസെലി അല്ല കേട്ടോ നമ്മൾ ഫെലൂഡയിൽ ഇടുന്നത്. ഫെലൂഡ സേവ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ ഇടുന്നതാണ് നല്ലത്. എന്നാലേ ആ ഒരു സോഫ്റ്റ് ഇത് കിട്ടുള്ളൂ. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കും. ഇത് മാംഗോ പൾപ്പാണ്, മാംഗോ അരച്ചെടുത്തതാണ്. പിന്നെ ഇത് മാംഗോ ജെല്ലി. ഞാൻ വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പ്ലേറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫെലൂഡ സേവ് കഴിക്കുന്ന ആൾ. പിന്നെ മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജെല്ലി നമുക്ക് വേണമെങ്കിൽ പീസസ് ആയിട്ട് സീമനെ ഐ വിൽ ഗിവ് യു ദിസ് ഇസ് മാംഗോ ജെല്ലി. ഇത് വളരെ ടേസ്റ്റാണ്. ഇത് ജെല്ലി പാക്കറ്റിൽ ഇൻസ്ട്രക്ഷൻസ് കാണും. ഇതിപ്പോൾ ഒരു പാക്കറ്റ് ജെല്ലിയും അതിനകത്തുണ്ടായിരുന്ന പൊടിയെല്ലാം കൂടി ഒരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ഒരു 3 കപ്പ് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചു. ഓക്കെ, ഇതും ഫ്രിഡ്ജിലിരിക്കുക. അത് വെളിയിലിരുന്ന് തന്നെ സെറ്റാകും. പക്ഷേ അത് കഴിഞ്ഞിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് ജെല്ലി ക്രിസ്റ്റൽസ്. ഇതിപ്പോൾ ഇത് ഇളക്കി കഴിയുമ്പോൾ നൈസ്. ഓക്കെ, ഇനി കുറച്ച് പാല് വേണം, കുറച്ച് കണ്ടൻസ് മിൽക്ക്. ഇച്ചിരി പാലും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ് മിൽക്ക് കൊടുക്കാം. വേറെ ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ദിസ് ഇസ് ദ മിൽക്ക്. ഇനി ഈ മാംഗോ പൾപ്പിൽ നിന്ന് ഇത് മധുരമുള്ള മാങ്ങയുടെ നല്ല അരച്ചെടുത്താണ്. അതിലേക്കും കുറച്ചൊരു കണ്ടൻസ് മിൽക്ക് കൊടുക്കുക, 1 സ്പൂൺ കൊടുക്കുക എക്സ്ട്രാ. ഫുൾ മാംഗോ മയം. യമ്മി യമ്മി മോനെ. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ടോൾ ഗ്ലാസ് എടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കൂ, മാംഗോ ഫ്ലേവേർഡ് ജെല്ലി ഉണ്ട്. പിന്നെന്താ മാംഗോ പ്യൂറി. ഇത് ഞാൻ കുറച്ചെടുത്ത് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കുറച്ചുകൂടി ഒരു സ്വീറ്ററാക്കി. ഇത് ചോപ്ഡ് മാംഗോസ്. ഇത് നമ്മുടെ സേവ്, അത് ഫെലൂഡ സേവ് വേവിച്ചത്. പിന്നെ ഇത് പാലും കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് തണുത്ത പാല്, സബ്ജാ സീഡ്സ്. പിന്നെ വാനില ഐസ്ക്രീമും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെറ്റിംഗ് ജോലി മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മാംഗോ, ഫ്രഷ് മാംഗോ അരച്ചെടുത്ത പൾപ്പാണ് വിത്ത് ലിറ്റിൽ കണ്ടൻസ് മിൽക്ക്. ഇതിലേക്ക് കുറച്ച് സബ്ജാ സീഡ്സ് കൊടുക്കാം, കുറച്ച് ചോപ്ഡ് മാംഗോസ്, കുറച്ച് സേവ് ഇടാം. ദിസ് ഈസ് ഫെലൂഡ സേവ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം, എന്നാലും ഓക്കെ. ഇനി കുറച്ച് ജെല്ലി ക്രിസ്റ്റൽസ്, നമ്മുടെ ജെല്ലി, മാംഗോ ജെല്ലി. ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് മാങ്ങയുടെ പീസ് എക്സ്ട്രാ, വീണ്ടും ഫ്രഷ് മാംഗോ പീസസ്. ഇനി ഇതിലേക്ക് സ്വീറ്റൻഡ് മിൽക്ക്,
ഒഴിച്ചു കൊടുക്കാം. അത് താഴേക്ക് പോകും. ഓക്കെ, വീണ്ടും കുറച്ച് സബ്ജ സീഡ്സ് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ്, ആൽമണ്ട്സ്, പിസ്ത ആൻഡ് കാഷ്യൂ നട്ട്സ്, ഇങ്ങനെ കുറേ, മാക്സിമം നമുക്ക് എത്ര ഇടണോ അത്ര ഇടാം. ആൻഡ് ടൂട്ടി ഫ്രൂട്ടി എഗെയിൻ, അത് എല്ലാ കളറിലും ഇല്ല എൻ്റെ കയ്യിൽ. ഇനി ഐസ്ക്രീം കൊണ്ട് ഫിൽ ചെയ്യാം. നമ്മൾ ഒഴിച്ച പാലിങ്ങനെ താവോട്ട് പോകണം. സ്വീറ്റ് ആൻഡ് മിൽക്ക് താഴേക്ക് പോകണം. മാംഗോ ഐസ്ക്രീം ആണെങ്കിൽ അതെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വാനില. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വീണ്ടും കുറച്ച് ഫ്രഷ് മാംഗോസ് വെച്ചു. എൻ്റെ ലാസ്റ്റ് ഒരു ചെറിയും കൂടി വെച്ചു. ഓക്കെ, അപ്പോൾ ജെല്ലി വെച്ചു, ഫ്രഷ് കട്ട് മാംഗോ വെച്ചു, വീണ്ടും ഐസ്ക്രീമിൻ്റെ മേലെയാണ്, പിന്നെ ചെറി, ഗ്ലേസ്ഡ് ചെറി. ഇത് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. വാവ്, ഇതൊരെണ്ണം മതി നമ്മുടെ മാമ്പഴക്കാലം സജീവമാക്കാൻ. വാവ്, ദിസ് ഈസ് അവർ മാംഗോ ഫെലൂഡ, ബ്യൂട്ടിഫുൾ. ഈ ഇരിക്കുന്ന വെച്ചിട്ടേ ഇതുപോലൊരു 3-4 ഫെലൂഡാസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഐസ്ക്രീം ആവശ്യം പോലെ ഉണ്ട്, സേവും ഉണ്ട്, 2-3 എണ്ണത്തിനുള്ളതുണ്ട്. എവ്രിതിങ് ഈസ് ദാറ്റ്. ഓക്കെ, ജെല്ലി ഉണ്ട്. എനിക്ക് ജെല്ലി ഭയങ്കര ഇഷ്ടമാണ്, എനി ഫ്ലേവർ എനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കൂ ഈ ഒരു മാമ്പഴക്കാലം. നിങ്ങൾക്ക് ഒരു അടിപൊളിയല്ലേ മാംഗോ ഫെലൂഡ. അപ്പോൾ ഈ മാമ്പഴക്കാലം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ. പല രീതിയിലുള്ള മാംഗോ ഡിഷസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒരു ഐറ്റമാണിത്, ഫെലൂഡ ഇൻ എ ഡിഫറെൻറ്റ് വേ. ഇതിപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിക്കും. ഇനി 2-3 എണ്ണം ഞാൻ സെറ്റ് ചെയ്യും, പക്ഷേ ഇത്രയും വലുതിലായിരിക്കില്ല, കുറച്ചുകൂടെ ചെറിയ 2-3 കുറേ ഗ്ലാസ്സിൽ കൊടുവിന് സന്തോഷവും. യെസ്, ഓക്കെ. ഐസ്ക്രീം വിളിച്ച് എടുത്തൊക്കെ എടുക്കുന്നു, പ്ലസ് പുടുവിൻ്റെ ജെല്ലി മാംഗോ ജെല്ലി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നൈസ് പുടു. അയ്യോ ദൈവമേ. ഓക്കെ, മാംഗോ ജെല്ലി, മാംഗോ ജെല്ലി, നൈസ്. ഇതിങ്ങനെയാണ് സംസാരിക്കാൻ പോണേ. അയ്യോ, അനു, ഇത് അനുവാണ്. അനു കം പ്ലീസ്. അനു ഇത് കഴിക്കും. ഓക്കെ, വെരി ടേസ്റ്റി. എന്താ, ഞാൻ പുടുവിന് വേറൊരു ചെറിയ ബൗളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. യു ആർ ഗോയിങ് ടു ഈറ്റ് ദിസ്. ഓക്കെ, നൈസ്. സെയിം ഓക്കെ, സെയിം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്. ലവ് യു ഓൾ. മോനെ ലവ് യു ഓൾ പറയൂ. ലവ് യു ഓൾ. ഓ, ലവ് അടിച്ചുണ്ടോ? എങ്ങനെയാ പുടു പറഞ്ഞേ? ഐ ലവ്, എങ്ങനെ പറയുന്നേ? അയ്യോ ഇത് കുളമാക്കുന്നു. അയ്യോ വേണ്ട ഒന്നും ചെയ്യരുത് പ്ലീസ്. യു സേ ഐ ലവ് യു. എങ്ങനെ പറയും പുടു? എങ്ങനെ പറയുന്നേ? ലവ് യു. ഓക്കെ.